ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് തിരുവനന്തപുരത്ത് ഉള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെ പറ്റിയാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഇതില് മുണ്ടെടുത്ത അകത്ത് കയറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ ഒലിഞ്ഞു കൊടുത്തിട്ട് അവരുടെ മുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ മുണ്ടുണ്ടെങ്കിൽ ആ മുണ്ട് മാത്രം എടുത്ത് നമുക്ക് അകത്തോട്ട് പോകാം. നമ്മുടെ ലോകത്ത് തന്നെ സമ്പന്നമായ കുറച്ച് ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ഇതൊരു മഹാവിഷ്ണു ക്ഷേത്രമാണ്. അനന്തശായിയായ മഹാവിഷ്ണു പ്രതിമയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഈ ക്ഷേത്രം തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കുടുംബക്ഷേത്രം. അതിൻ്റെ നിർമ്മിതി ഒരു ദ്രാവിഡ ശൈലിയിലാണ്. ക്ഷേത്രം 800-കളിൽ AD 800-കളിൽ പണി കഴിപ്പിച്ചു എന്ന് കരുതപ്പെടുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് 6 നിലവറകളുണ്ട്, നിധി സൂക്ഷിക്കുന്ന നിലവറകൾ. ഇതിൽ അനേകം സ്വർണങ്ങളും അതുപോലെ തന്നെ രത്നങ്ങളും ഒക്കെ സൂക്ഷിച്ചിരിക്കുന്നു. അതിൽ 5 നിലവറ തുറന്നിട്ടുണ്ട്. 6ാമത്തെ നിലവറ ഇതേവരെ തുറക്കാൻ പറ്റിയിട്ടില്ല. 18-ാം നൂറ്റാണ്ടിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഈ ക്ഷേത്രം പുനർനിർമ്മിക്കുകയും പുനഃപ്രതിഷ്ഠ നടത്തുകയും ഒക്കെ ചെയ്തതായിട്ട് ചരിത്രം പറയുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിന് ഏകദേശം 100 അടിയോളം ഉയരമുണ്ട്. ഈ ക്ഷേത്രത്തിൽ 365 കൽത്തൂണുകളുള്ള ഒരു മണ്ഡപമുണ്ട്. അനന്തശയനത്തിലുള്ള ഈ വിഗ്രഹത്തിന് ഏകദേശം 18 അടിയോളം നീളം ഉണ്ട്. ഈ കാണുന്നതാണ് ഇവിടെ കയറാവുന്ന യൂണിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നേരിയത് പുതക്കാം, മുണ്ട്, വേറൊന്നും അവർ കയ്യിൽ, അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ വേറെ മൊബൈലാകട്ടെ അതുപോലുള്ള ഒന്നും കൊണ്ടുപോകാൻ അവർ സമ്മതിക്കത്തില്ല. കൈയും വീശിപ്പോണം. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ദർശന സമയം. അപ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെ പറ്റി ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇതാണ് ആ പുത്തമ്മാളിക പാലസിലോട്ടുള്ള എൻട്രൻസ് റോഡ്. അത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള റോഡിൽ കൂടെ തന്നെ ഒരു 50-100 മീറ്റർ അപ്പുറത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് കാണാവുന്നതാണ് പുത്തൻമാളിക അല്ലെങ്കിൽ കുതിരമാളിക. അത് സ്വാതിരുനാൾ പണിയിപ്പിച്ചതാണ്. അപ്പോൾ ഈ പുത്തൻമാളികയുടെ അകത്ത് വേറൊരു ആർട്ട് ഗ്യാലറിയും കൂടെ ഉണ്ട്, അതും കാണാം. പക്ഷെ അവിടുത്തെ ഫോട്ടോ എടുക്കാൻ അവർ സമ്മതിക്കത്തില്ല. ഇതാണ് നേത്തമ്മണി. ആ ലൈനിൽ തന്നെ, ആ റോഡിൽ തന്നെ. അതിനും പത്മനാഭസ്വാമി ക്ഷേത്രത്തിനും ഇടക്കാണ് കുതിരമാളികയുടെ എൻട്രൻസ്. പണിയൊക്കെ നടക്കുന്നത് ഓരോ മണിക്കൂർ ഇടവിട്ടാണ്. അപ്പോൾ നമ്മളിനി ഒരു 3/4 മണിക്കൂർ ഇവിടെ നിന്നാലേ അതിൻ്റെ പ്രവർത്തനം കാണാൻ പറ്റത്തുള്ളൂ. ആ റോഡ് ചെന്ന് ഒരു ജംഗ്ഷനിൽ ചേരും. അവിടെ നിന്ന് നമ്മൾ റൈറ്റിലോട്ട് പോയാൽ നമുക്ക് വാക്സ് മ്യൂസിയം കാണാം, തൊട്ടടുത്ത് തന്നെ. അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള വേറൊരു അമ്പലമുണ്ട്, ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ നമ്മൾ ഉച്ചക്ക് ഊണ് കഴിക്കുന്നതിന് മുമ്പായിട്ട് കാണാവുന്ന സ്ഥലങ്ങൾ.
പത്മനാഭസ്വാമി ക്ഷേത്രം, പുത്തൻമാളിക, ആർട്ട് ഗാലറി, വാക്സ് മ്യൂസിയം, ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം. അപ്പോൾ ഈ വീഡിയോ വന്നിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്